ഒന്നാം ക്ലാസ്സിലെ കുട്ടികളുടെ വർക്കാണിത്. ഇത് ടീച്ചർ കാണിച്ചു തന്ന ഒരു മോഡലാണ്, ടീച്ചർ അയച്ചു തന്ന വീഡിയോ. ഇതുപോലെ ഒരു മുന്തിരി ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ക്യാപിറ്റൽ ലെറ്ററും അത് തുറന്നാൽ അതിൻ്റെ താഴെ സ്മോൾ ലെറ്റേഴ്സും വേണം. അപ്പോൾ ആദ്യം നമുക്ക് വട്ടത്തിൽ ചാർട്ട് പേപ്പർ കീറിയെടുക്കുക എന്നുള്ളതാണ്. ചാർട്ട് പേപ്പർ ആകുമ്പോൾ കുറച്ച് കട്ടിക്കിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ചാർട്ട് പേപ്പർ എടുത്തത്. അല്ലെങ്കിൽ A4 സൈസ് പേപ്പർ ആണെങ്കിലും മതി. പക്ഷേ A4 സൈസിന് ചാർട്ട് പേപ്പറിൻ്റെ അത്രയും കട്ടിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ A4 സൈസ് പേപ്പർ ഒഴിവാക്കി ചാർട്ട് പേപ്പർ എടുത്തു. അപ്പോൾ ഇനി ചാർട്ട് പേപ്പറിൽ വട്ടത്തിൽ മുറിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീരെ ചെറിയ വട്ടമാണ് നമ്മൾ മുറിക്കുന്നതെങ്കിൽ അത് ബോറാകും എന്നുള്ളതുകൊണ്ട് നമ്മുടെ കുപ്പിയുടെ അടപ്പെടുത്തിട്ടാണ് ഞാൻ വട്ടത്തിൽ വരച്ചിട്ട് അത് മുറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം A to Z എല്ലാ അക്ഷരങ്ങളും വരണം. അപ്പോൾ അത്രത്തോളം വട്ടങ്ങളും നമുക്ക് വേണം. അപ്പോൾ കുട്ടികളുടെയും കൂടെ പാർട്ടിസിപ്പേഷൻ ഇതിൽ വേണം എന്നുള്ളത് കൊണ്ട് അവരോട് കളറടിക്കാൻ പറഞ്ഞു. അങ്ങനെ വേദു കളറടിച്ചു. ഋത്തുക്കുട്ടി ബോർഡർ പോലെ ഒരു കളർ വരയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് അവനോട് തന്നെ A to Z ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതാനായിട്ട് ആവശ്യപ്പെട്ടു. എല്ലാം നമ്മൾ പേരൻസ് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ കുട്ടികൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അവരുടെയും കൂടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെന്തിനു വേണ്ടിയിട്ടാണ്, ഇതിനെന്തുമാത്രം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളൊരു ഐഡിയ അവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേരും ഇരുന്നിട്ടാണ് ശ്രമിച്ചത്. ഇനി അത് ഒട്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒട്ടിക്കാൻ നേരത്തെ എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും അറിയാവുന്നത് പോലെ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് ഫെവിക്കോൾ വാങ്ങിച്ചു. അതിൻ്റെ മുകളിൽ മാത്രം ജസ്റ്റ് ഒട്ടിച്ചൊട്ടിച്ചങ്ങോട്ട് പോയി. ഒട്ടിച്ചതിന് ശേഷം നമുക്ക് അകത്ത് സിംഗിൾ ലെറ്റേഴ്സ് അല്ലെങ്കിൽ സ്മോൾ ലെറ്റേഴ്സ് എഴുതാമെന്ന് വിചാരിച്ചു. കാരണം എഴുതി പോകുമ്പോൾ അത് ഒട്ടിക്കാനുള്ള സ്ഥലം കിട്ടിയില്ലെങ്കിലും ബുദ്ധിമുട്ടാവും. അപ്പോൾ ഓരോന്ന് ഒട്ടിച്ച് വെച്ച് അത് തുറന്നു നോക്കി കറക്റ്റാണോ എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് സ്മോൾ ലെറ്റേഴ്സ് എഴുതാനായിട്ട് സാധിക്കൂ. എന്തായാലും ചെയ്തു വന്നത് ഇങ്ങനെയായി. അത്യാവശ്യം തരക്കേടില്ലാതെ തന്നെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി അത് തുറന്ന് അതിൻ്റെ താഴെ സ്മോൾ ലെറ്റേഴ്സ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ സ്മോൾ ലെറ്റേഴ്സ് എഴുതാൻ ഞാൻ പിള്ളേരോട് പറഞ്ഞെങ്കിലും വേണ്ട, അതും അച്ഛൻ തന്നെ എഴുതിക്കോളൂ എന്ന് അവർ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങ് വാങ്ങിച്ച് എഴുതി. ഇപ്പോൾ എന്തായാലും ഗ്രേപ്സ് ആണെന്നറിയാൻ വേണ്ടിയിട്ട് വള്ളിയും ഇലയൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കറിയാവുന്ന രീതിയിൽ ഒരു ഇലയും വള്ളിയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സാധനം. നോക്കൂ എത്രത്തോളം മനോഹരമായിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഹലോ ഗൈസ്, ഞങ്ങളുടെ മുന്തിരി എങ്ങനെയുണ്ട്?